ഇന്ദ്ര പറയ് എവിടെ എവിടെയാടാ കൊറേയാണിത് പറഞ്ഞിട്ട് കാര്യടക്ക് കടിക്കുന്നത് ചോരൊക്കെ വരുന്നുണ്ട് പ്രാന്തന് മെന്റലിന് ഞാൻ ആകെ കളിക്കുന്നേ മോനെ എന്തല്ല തുടങ്ങി കഥ തുടങ്ങി തള്ളു കഥ തുടങ്ങി അവനുണ്ട് അവന്റെ ഒരു വീനസ് ഉണ്ട് നിനക്ക് ഇതിനുള്ള വെടിക്കൂറ്റത് ആനം കണ്ടോ കണ്ടോ ബൈക്കാണ് ബൈക്ക് കയ്യില് ഇതിനടിച്ച് നിന്റെ കൊമ്പും ഇതിന്റെ കൊമ്പ് ഓടിക്കണം നോക്കുന്നു ഇവളുണ്ടല്ലോ ജനിച്ചിട്ട് ഇത്ര വരെ ഉണ്ടല്ലോ അടിച്ച ചരിത്രം അടുത്ത ആഴ്ച ചലഞ്ചുണ്ടോ അടുത്ത ആഴ്ച ഇതിലിറക്കൂ ഓക്കെ അല്ലേ ഇപ്പൊ നമ്മളുള്ള സ്ഥലം ചന്ദ്രാപിരി. അപ്പൊ നമ്മള് ലാസ്റ്റ് ഇപ്പൊ നമ്മളെ വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 22 ദിവസമായി. 22 ദിവസം എന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല, കടി കിട്ടിയോണ്ട് നമുക്ക് 2 കയ്യിൽ വരുന്ന കടി ക്ലോസപ്പ് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? കൈയൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കോലായി. നേരത്തെ അറിയാലോ, അന്നത്തെ ഈ സൈഡ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരുന്നു ആ കടീന്റെ സീനെന്ന്. ഇതായിരുന്നു അത്യാവശ്യം നല്ല മുറിവുണ്ടായിരുന്നത്. ഇത് പിന്നെ ഉണങ്ങിയിട്ടാ. അപ്പൊ ഇത് ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്താണ്. കാരണം കൈ കൊണ്ടാണല്ലോ പരിപാടി. വേറെ കാലിലൊക്കെ ആയിരുന്നു നമുക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു, നമുക്ക് എങ്ങനെ പിടിച്ചു വെക്കാം. അതുകൊണ്ട് ഏകദേശം 22 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാൻ വരുന്നത്. ഫസ്റ്റ് മോന്റെ പേരെന്തായിരുന്നു? പ്രസാദ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇപ്പോൾ 1 മാസത്തിനടുത്ത് എങ്ങനെയായിരുന്നല്ല അയ്യോ ഇല്ലല്ലേ? ഇല്ല, 2 ആഴ്ച. ഈ ഡോഗ് ഏതായിരുന്നു? ഇത് ബെൽജിയം മെൽനൈസ്. ഓണറാണ് ഡോഗിന്റെ. മച്ചാനാണ് എനിക്ക് ചലഞ്ച് തന്നെ. അതായത് നിങ്ങൾ 2 ഫ്രണ്ട്സ് ആണ്. ഡോഗ് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 9 വയസ്സായി. ടോട്ടൽ അവളുടെ ഫീമെയിൽ ആണല്ലോ. മൊത്തം അവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അനുസരണ സാധനമില്ല. ഇതിന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞാണ് ഓൾറെഡി. ആളുടെ ആദ്യത്തെ ഡോഗ് ആയിരുന്നല്ലോ. ബട്ട് ഇയാൾക്ക് ഒരാൾക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പേടിയില്ല. ആളെ കടിക്കില്ല. ആൾക്ക് ഒരാൾക്ക് കൊടുക്കാന്ന് വെച്ചാൽ ആരും എടുത്തു വന്നാലും ഒന്നും ചെയ്യുന്നില്ല. സൈലന്റ് ആണ്. ടച്ച് ചെയ്യാനുള്ള ഒരു ഇത് വരില്ലേ, അതില് മാറും, അതിൽ കടിക്കും. അടുത്തേക്ക് അത് ചെല്ലുമ്പോ തന്നെ കടിക്കും. അത് ശരി. അങ്ങനെ മച്ചാനെ കൊണ്ട് കൊടുത്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഇപ്പൊ ഒരു 2 ഇയർ ആയി. 2 വർഷമായി. ഈ 2 വർഷത്തിനിടയ്ക്ക് എത്ര കടി കിട്ടിയിട്ടുണ്ട്? 2 കടി കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ എത്ര കൊണ്ട് അത് ഇണങ്ങിയത്? മച്ചാനോട് ഇണങ്ങിയത് ഒരാഴ്ച. അപ്പൊ ആരാ ഇവിടെ കൊണ്ടുവന്ന? ട്രെയിനറുണ്ട്, വേറെ ചെറിയ പയ്യുണ്ട്, ഫുഡ് കൊടുത്തിരുന്നു അവിടുത്തെ. അപ്പൊ ആ പയ്യൻ വന്ന് ഒരാഴ്ച 2 നേരം ഫുഡ് കൊടുത്ത് പോകും. ഫുഡ് എടുത്ത് പോകും, ഇറക്കിയിട്ട് ടോയ്ലറ്റിംഗ് കഴിഞ്ഞിട്ട് പോകും. ഓ, അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ അവര് വന്നൊന്ന് ജസ്റ്റ് ഒരാഴ്ചയോളം ശ്രമിച്ചു. എന്നിട്ട് ആ മച്ചാനോട് എങ്ങനെയാ ഇണങ്ങിയത്? എങ്ങനെയാ അവള്? അത് ഇപ്പൊ ഒരാഴ്ച പിന്നെ അതിന് മനസ്സിലായതുകൊണ്ട് അപ്പൊ ഒരാഴ്ച ശേഷം ഫീഡ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെയാണ് കടി കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കടി കിട്ടുന്നത്. ടച്ച് ചെയ്തപ്പോ നല്ല കടിയായിരുന്നു. എവിടെ കിട്ടി? അത് ഇതിലായിരുന്നു, ഒരു വള പോലെയായിരുന്നു. ഇങ്ങനെ വള പോലെ ആ കൈ മൊത്തം വായിലേക്ക് പോയോ? ഇങ്ങനെ പിന്നെ നെഞ്ചത്തോ? അവിടെ പിടിച്ച് നല്ല കടിയായിരുന്നു. അത് ചെറുതായിരുന്നു. റിയാക്ട് ചെയ്തപ്പോ കുഴപ്പമുണ്ടായില്ല. അവളങ്ങ് മാറി തന്നു. വേറെ വീട്ടിലാരെയും കടിച്ചോ? വീട്ടിൽ ചേട്ടൻ അടിച്ചു. ചേട്ടൻ ലീസ് ഇട്ട് അയച്ചാറുള്ളായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ടച്ച് ചെയ്ത ഒറ്റക്കടി കയ്യിലോട്ടെ. അരുൺ, അവന്റെ പേരെന്താ? എവിടെയാ വീട്? ബാംഗ്ലൂർ വീടോ? ബാംഗ്ലൂരുകാരനാ? പോരോ? പേരെന്താ ഡോഗിന്റെ? വീനസ്. ഭയങ്കര പേരൊക്കെയാണല്ലോ. ഇത് റോട്ടല്ലേ? ഇതാണ് അവിടെ. അവിടെ നല്ല സൈസൊക്കെ ഉണ്ടല്ലോ, തടിയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ നോർമൽ ബെൽജിയം പോലെ അല്ല കേട്ടോ, അവർക്ക് തടിയൊക്കെ ഉണ്ട് അല്ലേ? ഇത് എന്തെങ്കിലും പറഞ്ഞാണ് ഈ ബ്രീഡിൽ എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏത് ലൈനേജോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നല്ല സൈസ് തടിയുണ്ട്. സാധാ ബെൽജിയം പോലെ അല്ല. പേര് വീനസ് അല്ലേ? ഇവന്റെ പേരോ? ചെക്കനാ? ഫീമെയില്. ഓയ് വിഷയിക്കാനൊക്കെ തരാ. ഞാൻ ഇവിടെ നിന്ന് കാണാൻ കേട്ടോ, കാണാൻ വരാവേ. ഓ വീനസ് ഭയങ്കര വേറെ കാര്യമുണ്ട്. നമ്മള് സാധാ ബെൽജിയൊക്കെ പിടിക്കുന്നതല്ലേ, ഇവിടെ ഭയങ്കര പിടുത്തം പിടിക്കുന്നുണ്ട്. ആണോ വീനസ്? നീ വന്നേ, വിഷയിക്കാനൊക്കെ തരാ. ടീച്ചോനല്ല നമ്മളെ നോക്കാം.
കടിക്കാരിയാ കടിക്കാരി അല്ലേ? യെസ്. എന്താണ് തുപ്പല തെറിപ്പിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കടി ഇതാ ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പൊ 22 ദിവസമായിട്ടുള്ള കടിക്കരുത് കേട്ടോ. ഇന്ന് കടിക്കരുത് പറഞ്ഞല്ലോ. കടിക്കും കടിക്കും മാത്രല്ല ഈ ക്ഷയിക്കാനും കാര്യങ്ങളൊക്കെ ക്ഷയിക്കാനും കാര്യങ്ങളൊക്കെ അറിയോ? അതൊന്നും അല്ല, അങ്ങനത്തെ ഒന്നും അറിയില്ല. വന്നേ വാ പോലെ. നിങ്ങളുടെ ചെയ്യുന്നില്ല. വാ വന്നേ വന്നേ. ഇവർക്ക് വേറെ ഇവളെ നേരത്തെ ടച്ച് ചെയ്യാൻ പോയിട്ട് വെള്ളം ഏകദേശം ഇവര് പറഞ്ഞെന്താ വെച്ചാല് ഇപ്പൊ ഈ നിൽക്കുന്ന ഡിസ്റ്റൻസിലൊക്കെ അവിടെ നിൽക്കും. ചിലപ്പോൾ കടിക്കാതെ നിൽക്കും പറഞ്ഞേ. പക്ഷെ കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ എന്തായാലും കടിക്കും. അവളെ ടച്ച് ചെയ്ത് കടിക്കും. അതാണ് സ്വഭാവം കേട്ടോ. അപ്പൊ ഇവര് തന്നെ ഏകദേശം ഒരാഴ്ച നോക്കിയിട്ടാണ് എന്താ പറയാ കടിയിൽ നിന്നും മാറിയുന്നത്. അല്ലടി വേണ എന്താ കച്ചറ എന്താ കച്ചറ? എന്റെ കടിയിൽ മാന്തി പൊളിക്കോ? കേട്ടോ എന്താണ് എന്താണ് എന്തിനാ കച്ചറ? അവരാരാ എനിക്ക് വേണ്ടേ? അവരാരാ എനിക്ക് വേണ്ടേ? ഇങ്ങന്നേ വാ കൊച്ചിങ് വാ ഇവിടെ വാടി വാ ഇങ്ങന്നേ നീ വന്നടി വാ ഇങ്ങന്നേ വാ വാ അവിടെ തെറിപ്പിക്കല്ലേ തെറിപ്പിച്ചു മതി ഇത്രയൊക്കെ മതി. വാ വന്നേ വരുന്ന വരണ്ടോ അല്ലേ? എന്തിനാ ഇങ്ങനെ വരുന്ന കച്ചറ? എന്തിനാ വന്നേ? ഞാൻ ഒന്നിനും വന്നല്ല. ഇങ്ങ് വാ, ഇന്ന് കാണാൻ വന്നാ. കണ്ടോ ഇങ്ങ് വന്നേടി. ഇങ്ങ് വന്നേ വാ പെണ്ണി വാ ഇങ്ങ് വാടി ഇവിടെ വാടി. ബ്രീഡിങ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? അല്ലല്ലോ. 4 ലിറ്റർ കഴിഞ്ഞാ നീ നമ്മൾ കൊണ്ടിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. വന്നേ വന്നേടി. എന്താണ് ചെളിയാക്കരുത്. അവിടെ വെച്ചു വന്നേ വാ ഇവിടുവാ ഇവിടുവാ. തൊടാൻ പാടില്ല പറഞ്ഞ അടിക്കോ നീ? നീ ഭയങ്കര തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര കടിക്കരിയാന്ന് കേട്ടല്ല. ശരിയാണോ? വന്നേ ചെവി അല്ല കയ്യെ പിടിക്കരുത്. വിരൽ മാത്രം എനിക്ക് ബാക്കി വന്നു കേട്ടോ. ശരിയാണോ നീ? ഇതാണോ? ഇങ്ങോട്ട് വാ ഒന്നും തിരിഞ്ഞു വന്നേ. മൊത്തം ചെളി ഇവിടെ മണലും ഇവിടെ മണലുള്ള പ്രദേശം കേട്ടോ മൊത്തം. അപ്പം ഫുള്ള് മണൽത്തരിയായി. വന്നേ ഇവിടെ വന്നേ വാ പോലെ കൈയിടില്ല. ചെളിയാക്കരുന്ന് എന്നത് വന്നേ. ഈ ചെളി എന്തിനാക്കുന്നത് നീ? എന്താണ് ചെളിയാക്കുന്നേ? ഫുള്ള് കണ്ടോ ചെളിയാക്കുന്നത്? അത് നഖം എന്നാ വലിയ നഖം വലിയ ഗ്രിപ്പൊന്നും ഇല്ലെങ്കിലും പക്ഷെ പിടുത്തം കണ്ടോ ഭയങ്കര. നമ്മുടെ കൈയൊക്കെ ചുമന്ന് എന്നറി എന്നോ ശരിയാക്കട്ടെ ചേട്ടാ. ഇപ്പൊ ഒരു തിരിയല്ലേ? തിരിയോ നീ? തിരിയോ? ഇങ്ങോട്ട് വാ പോലെ ഇങ്ങോട്ട് വാ ഒന്നുകൂടെ. ചേട്ടാ ടീച്ചട്ടെ ടീച്ചട്ടെ അവിടെ ടീച്ചട്ട ടീച്ചട്ടടി ടീച്ചട്ടേ പീനസ് പീനസേ ഇങ്ങനെ നോക്കണ്ട. ആള് സൈക്കോ കേട്ടോ. ആള് ഭയങ്കര സൈക്കോയാണ്. എങ്ങനെയെങ്കിലും കളിക്കണം എന്നാണ് ആഗ്രഹം. വാ പോലെ വന്നേ വന്നടി. ഞാൻ കളിക്കണം എന്നാണ് ആഗ്രഹം. കളിക്കണം എന്തിനാ നീ ഉറപ്പാണ്ടാക്കുന്നേ? ഇങ്ങോട്ടാ ഇവിടെ ഇരുന്നേ. നീ അവിടെ ഇരുന്നേ. ഒരു കാര്യം കണ്ടോ ഇവൻ കണ്ടോ ഒരു ഒച്ചപ്പാടും ഇല്ല ഒരു ബഹളവും ഇല്ല. എന്തൊരു പാവാ നോക്ക എന്റെ ചെക്കൻ. ഇവന്റെ പേരെന്താ മോനെ? ജൂഡി പാവാട്ടാ. ജൂഡി പാവാ. ഒരു തിരനിറച്ച തോക്ക് പ്രകടക്കുന്നുണ്ടോ? കണ്ടോ തിരനിറച്ച തോക്ക്? ഒരു കുഴപ്പമില്ല തിരനിറച്ച തോക്കിന്. ഇവിടെ ഒരെണ്ണമുണ്ട് ജഗവുക. ബാ വന്നേ വന്നടി. എന്തിനാ ചെളിയാക്കുന്നത്? അടി വെച്ചിട്ടോ. ഈ ചെളിയാക്കുന്നതിനാ? വന്നേ ഡേ നമുക്ക് ഇറങ്ങിയാലോ? ലീശ എവിടെയാ മോനെ? അല്ലേ ഒച്ചപ്പാണ്ടാക്കരുത്. മൊത്തം മണല് നിറച്ചു നീ അല്ലേ? ലീശയെ കണ്ടപ്പോ വന്ന വരാ. ഇതെന്താണ്? എന്താണ് പെണ്ണിങ് വന്നേ ചോദിക്കട്ടെ.
ഇവിടെ വാടി നമുക്കൊക്കെ പിടിക്കാം. ഇതൊക്കെ പിടിക്കാം. നിനക്കെന്തിനാ നമ്മളെ കൊച്ചിനെ ഇറക്കിയിരിക്കും കേട്ടോ. ജൂണിനെ ഇറക്കുവേ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇവളുടെ കാര്യം കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങുമെങ്കിൽ ഇറങ്ങും, ഇല്ലെങ്കിൽ നിന്നെ ഇറക്കി ഞാൻ തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. കടി വാങ്ങാൻ പോകുന്നില്ല ഞാൻ. വാ വന്നേ പെണ്ണി വന്നേ. വാ അതിനോ വാ വന്നടി. ഞാൻ ഇത് ഇട്ടടി കഴുത്തേറിട്ടടി. കഴുത്തേറട്ടെ. ഇവള് പിന്നെ ബെൽജിയം നമ്മുടെ നോർമൽ ബെൽജിയം പോയല്ല കേട്ടോ. ഹെവി സൈസാണ്. പക്ഷെ നമ്മൾ പിടിച്ച താങ്ങിയാൻ നിൽക്കൂല കേട്ടോ. മറ്റേ നമ്മുടെ മോന്റെ പേര് കിട്ടുവാടാ. ഇന്ദ്രയത്ത്. ഈ ഇന്ദ്രയത്ത് പിടിച്ചാൽ നിൽക്കുള്ളൂ. ഇപ്പൊ എനിക്കൊരു കളി വന്നാൽ നീ പിടിച്ചാൽ നിൽക്കും. കടിയൊക്കെ വാങ്ങിക്കോ, ഞാൻ പിടിച്ചാൽ നിൽക്കുന്ന പറഞ്ഞു കേട്ടോ അച്ഛൻ. ഈ ഇന്ദ്രയത്തിന്റെ കയ്യിൽ നിന്ന് ആർക്കെങ്കിലും ഇവിടെ ഇറക്കി നടക്കുമ്പോൾ എന്തെങ്കിലും ബൈറ്റ് ചെയ്യാൻ വേണ്ടി പോവോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. എയിലേക്ക് കൊണ്ടുനടക്കല്ലോ ഇവിടെ? ഇങ്ങനെ കൊണ്ടുപോകും. വേറെ ആളെ ഡിസ്റ്റൻസിലേക്ക് വരുമ്പോ കയറി അറ്റാക്ക് ചെയ്യും. അപ്പം ഇതിനാകെ നീട്ടം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ കേട്ടോ. അപ്പൊ ഞാനും ഈ പറഞ്ഞ ഡിസ്റ്റൻസ് നിൽക്കണം. എന്താ സീൻ ഒരു പിടുത്തുണ്ടാവില്ല. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങൊന്നടി വന്നേ. തിരട്ടാടി തന്നെ തിരട്ടെ. മാറിക്കേ ഇതിടാ മാറി ഡേ. നോക്ക് അവളെ മുഖം മാറുന്നത്. മുഖം മാറുന്നത് പെണ്ണേ വന്നേരി. ഒരു വേറൊരു കാര്യമുണ്ട്. ഇതില് ഡബിൾ സെറ്റപ്പാണ്. ഇത്രയും ആളുകൾ ഇവിടെ നിൽക്കുമ്പോ ഇവളെ എടാ നിങ്ങൾ തിരിച്ചേ. ഇത്രയും എന്നാ ഇത്രയും ആളുകൾ ഇങ്ങനെ ഇവളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന എപ്പോഴും സാഹചര്യം വന്നിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയല്ലേ ചോദിച്ചാൽ. ഇങ്ങനെ നീ കൊണ്ടുവരുന്ന സമയത്ത് ഇത്ര ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഇതില് ഡോഗിന് ഡബിൾ മൈൻഡ് ഉണ്ട് കേട്ടോ. ഇത്രയും ആളുകൾ ഇങ്ങനെ ഫേസ് ചെയ്യുമ്പോ എന്താ സംഭവം എന്നറിയാത്തൊരു സാധനം കൂടെ ഉണ്ട് ഇതില്. അല്ലേ പറഞ്ഞേ? എന്താ അപ്പൊ നമ്മൾ ഇത്രയും വർത്താനൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ഇല്ലായിരുന്നു. എന്തിനാ കച്ചറ എന്തിനാ? എന്താണ് എന്താണ് പോവാ നമുക്ക്. പോയാലോ? നമുക്ക് അവിടെ ആരെയൊക്കെ പിടിക്കണ്ടേ? ആരെയൊക്കെ പിടിക്കണ്ടേ? നീ പോ. ഇവിടെ ഞാൻ വരാടാ. ഇതൊന്ന് കഴിയട്ടെ. പെണ്ണേ ഡി വന്ന് വാ വാ പോവാ നമുക്ക്. പോയാലോ നമുക്ക്? ഇങ്ങോട്ട് വാ. പോലെ ഇങ്ങോട്ട് വാ. വാ വെള്ളം കുടിച്ചിട്ടൊക്കെ പോരാ. വാ 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 അവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കും. വാ ഇതിട്ടടി പോവാ നമുക്ക്. വന്നേ വന്നേ. ഇതിലോ ഇതിലോ വാടി. ഇവിടെ വാടി വീനസ്. വാ വന്നേ. ഇത് ഇട്ടോ കേട്ടെ. ഇത് കഴുത്തിലൊന്നും ഇട്ടോ നോക്കട്ടെ. വന്നേരി. എടി മുഖം ഇങ്ങോട്ട് കൊണ്ടുവാ. ഇവിടെ വാ. ഇതെന്തിനാ ചുമ്മാ കടി? ഇവിടെ വാ നീ. പോല്ലേ ഓടിയാ ഓടിയാ. അങ്ങോട്ട് നോക്കണ്ട. അവരാരും നോക്കണ്ട. വാ അവരാരും എന്നല്ല കൊണ്ടുവന്നത്. ഞാനന്ന് കൊണ്ടുവന്നേ. വാ ഇങ്ങനെ വന്നേരി. വാ കൊച്ചിങ്ങോ വാ. പിന്നെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ വാ. ഇവിടെ വാടി. വാ ഇങ്ങോട്ടോ. ഇവിടെ ആരോ വന്നിട്ടുണ്ട്. അവളെ ശ്രദ്ധിക്കുന്നു. അവളുടെ മുഖഭാഗമൊക്കെ അങ്ങോട്ട് പോകുന്നു. ഇങ്ങനെ വാ. ഇത് ഇരട്ടടി കാണിച്ച് തലയും കാണിക്കണി. നല്ല ഇടാൻ പറ്റുള്ളൂ. പോരാ നമുക്ക്. നമുക്ക് പോവാ. നിന്നെ കൊണ്ടുപോയ പിന്നെ കൊണ്ടാട്ടാ. വാ പടി വാ ഇനസ് വാ പടി. ഇല്ല അവിടെ ഒരു ഡബിൾ മൈൻഡ് ആട്ടാ. ഡബിൾ മൈൻഡ്. പോവാ ഇനസേ. എന്ത് കണ്ടിച്ചോ ഇറക്കണോ? ഇത് എന്താ പറഞ്ഞ നീ? ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. അത് വേറെ ആരോ നമ്മളെ പെട്ട ആളല്ല. വേറെ ആൾക്കാര് എന്റെ ഫ്രണ്ട്സ് ആണ്. ഇടാ അവിടെ നിക്കടാ. ഇവിടെ ഇറക്കിട്ടോ. വീനസ് ഇറക്കട്ടെ. ഇറക്കട്ടെ. എടാ അവളെ ഇവിടേക്കാണ് നടത്തുന്നേ. റോട്ടിൽ കൊണ്ടുപോകില്ലല്ലോ. റോട്ടിൽ കൊണ്ടുപോകുന്നില്ലല്ലോ. ഇല്ല. പിന്നെ പോടി. റോട്ട് ഒറ്റയ്ക്കാ നോക്ക്. ലീശ് ഓടിച്ച് നോക്കാറുണ്ട്. അത് ശരി. പിന്നെ പോടി.
ഓ നിന്നെ നെഞ്ചത്ത് കടിച്ചപ്പം അതായത് നമ്മൾ കാണിക്കാം അവരെ കാണിക്കാം ആണോ പിടിച്ച് അപ്പൊ നെഞ്ചത്ത് അടിച്ച് അത് കഴിഞ്ഞ് കണ്ണോടത് കിട്ടി വീരസ് പോവാടി പോവാ പക്ഷേ എൻ്റെ അമ്മോ ഇരുന്നിട്ടേ എണീറ്റിട്ട് ഭയങ്കര കിതപ്പ് കുറച്ച് ദിവസമായിട്ട് ഒരു പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ടേ അപ്പോൾ ചിലപ്പോൾ കടിക്കാതിരിക്കും അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കടി ആണ് നമുക്ക് ഈ അടുപ്പിച്ചൊരു 3-4 കടി കിട്ടിയതുകൊണ്ട് അതിൻ്റെ ഒരു ഈ കൈക്ക് കേട്ടല്ലേ ഈ കൈയുടെ ഭയങ്കര പെയിനായിട്ടോ കൈക്ക് കറക്റ്റ് വരയിലായതുകൊണ്ടേ ഒരു കുറേ ദിവസം പെടുത്തി ഒന്ന് ഡ്രൈ ആകാൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഒരു കഷ്ടകാലം അതാ ഒരു പടക്കം പൊട്ടിച്ചത് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഒരു പടക്കത്തിൻ്റെ സാധനം കയറി പോയി ഉള്ളിലേക്ക്. അങ്ങനെ ഒരു സംഭവം ഈ കയ്യിൽ വന്നു. അപ്പോൾ 1-2 ആഴ്ച 1 മാസമായിട്ട് ഭയങ്കര കഷ്ടകാലമായിരുന്നു. ഇടി പിന്നെ പോയാലോ നമുക്ക് പോവാ നമുക്ക്. കച്ചറാണോ നീ? അവള് നോക്കുന്നുണ്ടോ ഒരു ഓച്ചനെ കണ്ടിട്ട് നോക്കുന്നത്? പോടേ നമുക്ക് പോയാലോ നമുക്ക്? എങ്ങോട്ടൊക്കെ പോകണ്ടേ നമുക്ക്? എങ്ങോട്ടൊക്കെ വെച്ചാൽ പോകണ്ടേ? എടീ എങ്ങോട്ടൊക്കെ നമുക്ക് പോകണ്ടേ? എടാ ഒന്ന് മിണ്ടല്ലേ. ഇതിപ്പോ ഞാൻ കൊച്ചിനെ ഇറക്കിയിരിക്കും. ഞാൻ പോകുന്നതിന് മുമ്പ് ഇറക്കിയിട്ടേ പോളൂ കേട്ടോ. ഇറക്കിയിട്ടേ പോളൂ തന്നെ കേട്ടല്ലോ. അവനെ നമുക്ക് എന്തായാലും ഇറക്കാം കേട്ടോ. എടി വേണേ പോവാ നമുക്ക്. ഇവിടെ ആരൊക്കെയാണ്? എടാ മോനെ ഇന്ന് ഇറക്കിയായിരുന്നോ? അവൾ വരണ്ട, ഇന്ന് ഇറക്കിയായിരുന്നോ? അപ്പൊ നമ്മുടെ പ്രേക്ഷകര് ചോദിക്കും ഈ കൂട്ടിൽ കിടക്കുന്ന ഡോഗുകളല്ലേ ഇങ്ങനെ ചെയിനിട്ട് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങാനുള്ള ഒരു ആകാംക്ഷയിൽ ഇറങ്ങി വരും എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇവിടെ എപ്പോഴും ഇറക്കുന്ന കേട്ടോ. പിന്നെ ഈ ഇറക്കിയിട്ടുള്ള എല്ലാ ഡോഗും നമ്മളെ കടിച്ചിട്ടുള്ള എല്ലാ ഡോഗും ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് ഇറക്കി കഴിഞ്ഞിട്ടാണ് കടി വരുന്നത്. അപ്പോൾ ഇതിന്റെ ഈ വീഡിയോന്റെ ഒക്കെ ഒരു ഫീൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഡോഗ് ഇത് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ട് പിടിക്കുകയാണല്ലോ. ഈ ഒരു വേഷത്തിലല്ലേ നമുക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ദേഹത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കടി കിട്ടിയാലും ഇന്ന രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കടി കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ഇതിപ്പോൾ നമ്മൾ നോർമൽ നിൽക്കുമ്പോൾ ഏത് രീതിയിലാണ് പെരുമാറുന്നേ പറയാൻ പറ്റില്ല. പിന്നെ ഇത്ര ആളുകളുടെ മുമ്പിൽ കടി വാങ്ങാന്ന് പറയുമ്പോൾ ഒരു സീനുണ്ട് അല്ലേ? അടി പോയാൽ നമുക്ക് പോട്ടെ ചേട്ടാ കഴിക്കട്ടെ കഴിക്കട്ടെ കേട്ടോ. കയ്യിലൊന്നും പിടിച്ചാൽ പോട്ടെ നമുക്ക് പോവാ നമുക്ക്. ചിലപ്പോൾ ഇന്ദ്രിയത്ത് ഒക്കെ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഇന്ദ്രിയത്തെ ഈ ഓവർ ബൈറ്റ് വരുവാണെങ്കിൽ ഒന്ന് പിടിച്ചാൽ മതി കേട്ടോ. എന്റെ ഞാൻ കൈവിട്ട് കളയില്ല. ഈ പറഞ്ഞ പോലെ നീ ഒന്ന് ഹാൻഡിൽ ചെയ്താൽ മതി. വേറെ ആരെങ്കിലും ഒരു കടിക്കാതിരിക്കാനുണ്ട്. എന്റെ ഒപ്പം നടക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞാണ് അവിടെ ഇറങ്ങുമ്പോൾ എങ്ങനെ പെരുമാറും നമുക്ക് നോക്കാം. ചിലപ്പോൾ ഈ ബൈറ്റ് കിട്ടാനപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ആയിരിക്കും ഇപ്പോൾ കടിക്കുക. അപ്പൊ ജസ്റ്റ് അങ്ങ് പിടിച്ചാൽ മതി കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ കൃഷ്ണപ്രസാദല്ലേ എനിക്ക് ചലഞ്ച് തന്നെ. ഞാൻ കൊണ്ട് തന്നാ നീ വാങ്ങോ? വാങ്ങിക്കോളൂ. ഇവിടെ കൊണ്ട് നിന്റെ കയ്യിലൊക്കെ നീ വാങ്ങൂടാ? പറ വാങ്ങോ? ഇല്ല. പോടേ നമുക്ക് പോവാ നമുക്ക്. പോരാ നമുക്ക്. എങ്ങോട്ടാ പോകണ്ടേ? ഇതിലെ ഈ വീടിന് പറ്റില്ല നടത്താൻ സാധാരണ. ഇങ്ങനെ അങ്ങ് പോയി തിരിച്ചു വരും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ എന്തായാലും നമുക്കൊരു വീഡിയോക്ക് ഒരു വൈൻഡപ്പ് ആണല്ലോ, ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എടി വേണ്ട പോവാ നമുക്ക്. അതുകൊണ്ടോ ഹെവി ആണോ അവള് കേട്ടോ. തടി വെച്ച് നോക്കുമ്പോ തന്നെ അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ അവരുടെ കാര്യങ്ങൾ സാധിച്ചു കഴിഞ്ഞാലാണ് അവർ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞത്. അവളുടെ ഫസ്റ്റ് കാര്യം സാധിച്ചു. സെക്കൻഡ് കാര്യം എന്തെങ്കിലും നോക്കാം നമുക്ക്. ഇങ്ങോട്ട് പോകുമ്പോ അങ്ങോട്ട് പോകും. ഞാൻ ഓവർ കൈ വെച്ചോണ്ടിരിക്കുന്നില്ല കേട്ടോ. നമ്മുടെ ഒരു മിഷനായിരുന്നു ഇവിടെ നിന്ന് പുറത്തിറക്കാനുള്ള ആഗ്രഹമാണ്. അപ്പോൾ ആ ആഗ്രഹം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓവർ നമ്മളങ്ങോട്ട് അവളെ സ്ട്രെസ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഒന്നാമത് ട്രെയിൻഡ് ആയ ഡോഗാണ്. കടി കാരണം അവിടുന്ന് ഒഴിവാക്കിയ ഡോഗാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസത്തിലുണ്ട്. അവൾ ഡൗൺ മൈൻഡ് ആട്ടോ. അപ്പോൾ മതി കൃഷ്ണ സാറേ. അല്ല എന്തായാലും അവള് കടിക്കുന്നതാണ്. അവളിങ്ങനെ ഇറങ്ങി അവിടെ കടി വരേണ്ടതാണ്. പിന്നെ അതിൻ്റെ ഒരു എന്തോ ഇത് അങ്ങ് ഞാൻ വിളിച്ചടാ. അവളെ വിളിച്ചു. നാളെ പിടിച്ചോ. ഞാൻ അതല്ല എന്താ അറിയോ, ഡബിൾ മൈൻഡ് ഉണ്ടായിരുന്നു എനിക്ക്. കടി കിട്ടുവാലും നമ്മൾ വേറൊരു വീഡിയോ കൂടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റെസ്റ്റ് ഒരുപാട് നമുക്കിങ്ങനെ എടുക്കാനുള്ള ഭയങ്കര കഥയാണല്ലോ. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാലോ, നമുക്ക് വീഡിയോ നമ്മുടെ പെൻഡിങ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് അറിയാലോ. നമ്മളൊരു യൂട്യൂബ് ബ്ലോഗ് ചെയ്യുന്ന അങ്ങനെ ഒന്നിട്ടില്ല അവിടെ നിന്ന്. നമ്മളിങ്ങനെ യൂട്യൂബ് ബ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് വീഡിയോ എവിടെ എന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്.
അവള് സ്മെല്ല് ചെയ്ത് നോക്കിയായിരുന്നു. ഞാൻ വിചാരിച്ചു കടിക്കാമെന്നല്ല വിചാരിച്ചേ. അവള് സ്മെല്ല് ചെയ്ത് നോക്കി, അവൾക്ക് കുഴപ്പമില്ലാന്ന് കണ്ടപ്പോ അവള് നൈസായിട്ട് അങ്ങ് നിന്നാട്ടോ. പ്രതീക്ഷയാണോ അതിലെ പോരെ കഴുത്ത് ഊരി പോകാൻ നോക്കണേ. നീ പ്രതീക്ഷയായിരുന്നു കടി? പ്രതീക്ഷയായിരുന്നു. മച്ചാനോ എന്തിനു പിടിച്ചത്? കടി ഉറപ്പ് പിടിച്ച് വിചാരിച്ച്? പിന്നെ ഇവിടെ കുറച്ച് പേരുണ്ട് ചോദിക്കാം. ആരൊക്കെ എല്ലാരും കടി പ്രതീക്ഷയായിരുന്നാ? പ്രതീക്ഷയായിരുന്നോ? കടി പ്രതീക്ഷയായിരുന്നു? അല്ല ഞാൻ ചോദിക്കട്ടെ, അവിടെ ഇറങ്ങിയപ്പോ എന്താ വിചാരിച്ചേ? ഡോറ് തുറന്നിങ്ങനെ ഇറക്കിയല്ലോ, അപ്പൊ എന്താ വിചാരിച്ചേ? എപ്പോഴാ കിട്ടുമെന്ന് വിചാരിച്ചോ? എപ്പൊ കിട്ടി അങ്ങനെയാണോ നീ വിചാരിച്ചേ? എങ്ങനെ? കേറി വരുമ്പോ തന്നെ ചാടും. പെട്ടെന്നങ്ങോട്ട് കടി പ്രതീക്ഷ ഏത് രീതിയിലാ? അപ്പൊ ഇന്ദ്രിയത്തെ പിടിക്കാൻ വേണ്ടിയുള്ള ലെവലിൽ നിൽക്കുവായിരുന്നല്ലേ? അതായത് ഇപ്പൊ എന്നെ അറ്റാക്ക് ചെയ്യുമ്പോ മച്ചാൻ കയറി പിടിച്ചാലും കടി കിട്ടും. അപ്പം ഞങ്ങൾ രണ്ടുപേരും, അതായത് മച്ചാനും കടി പ്രതീക്ഷ കേട്ടോ. അങ്ങനെ ഇരുന്നാണ് അവള്. ശാന്തിയായി. നമ്മള് മറ്റേ മന്ത്രം ചൊല്ലി കേട്ടോ, മറ്റേ മന്ത്രം. ഇപ്പൊ ആൾക്കാർ പറയും കൂടത്രം ചൊല്ലിയെന്ന്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കൂടത്രം ഞാൻ മറന്നുപോയിട്ടാട്ടോ. പക്ഷെ അവള് എനിക്കിതില് വേറൊരു ടെൻഷൻ ഉണ്ടാവും. ഒറ്റ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. സംഭവം വെച്ചാല് സാധാരണ ഒരു ബെൽജിയം ആണല്ലോ, അപ്പൊ അവര് ബൈറ്റ് ചെയ്താൽ ഈ ബെൽജിയം വേറെ ഗുണമുണ്ട്, ഇങ്ങനെ കടിച്ച് പിടിച്ച് ഇങ്ങനെ വെച്ചോണ്ടിരിക്കില്ല, അവര് പിടിച്ചിട്ട് വിടും. അങ്ങനെ ഒരു ഗുണമുണ്ട് ബെൽജിയത്തിന്. മറ്റുള്ള ഡോഗുകൾ, ചില ഡോഗുകൾ എന്ന് പറഞ്ഞാൽ കടിച്ചിങ്ങനെ പിടിച്ചാൽ പിന്നെ അവിടെ വിടൂല. ഇപ്പൊ നമ്മുടെ ഈ ഒരു കയ്യെ കയറി പിടിച്ചാൽ ഒരു ഡോഗിന്റെ ബൈറ്റ് പോലെ നമ്മുടെ എല്ല് പൊട്ടാനാണ്. അപ്പൊ നമ്മള് അവിടുന്ന് ഫ്രീ ആക്കാൻ വേണ്ടി കുറെ ടൈം എടുക്കുമല്ലോ. അപ്പൊ ഈ ബെൽജിയത്തിന് വേഗ ഗുണം എന്ന് വെച്ചാൽ അവര് കടിച്ചിട്ട് അങ്ങ് വിടും. വിടുമ്പോൾ നമുക്ക് അടുത്ത ഒരു രണ്ടാമത്തെ കടിയാലും മൂന്നാമത്തെ കടിയിലെങ്കിലും നമുക്ക് ഓണറുടെ കയ്യിലേക്ക് ഡോഗിനെ ഏൽപ്പിക്കാൻ പറ്റും. പക്ഷെ ഇവള് സൈസ് ഉള്ളത് കൊണ്ട് ഇപ്പൊ നമ്മളെ പെട്ടെന്ന് നമ്മുടെ മേത്തേക്ക് ചാടി കയറി നമ്മൾ വീണു. വെയിറ്റ് ഉണ്ടല്ലോ, അവളെ എങ്ങനെ പോയാലും ഒരു 45 കിലോ 40 മേലെ വെയിറ്റ് ഉണ്ട് അല്ലോ അവനെ അല്ലേ? 40 മേലെ വെയിറ്റ് ഉണ്ട്. അപ്പം നമ്മുടെ മേത്തേക്ക് ചാടി കയറി കഴിഞ്ഞാൽ നമ്മൾ വീണു. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ട്. പിന്നെ അറിയാലോ, ഇവരെല്ലാരും ഒരു കടി പ്രതീക്ഷിക്കുന്നതാണ്, ബൈറ്റ് ചെയ്യുന്നു, ഇവരെല്ലാം പ്രതീക്ഷയാണ്. പിന്നെ എന്താ പറയാനുള്ളത്? ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, കൂടുതലൊന്നും പറയാനില്ല. അങ്ങനല്ല, ഇങ്ങനെ ഇപ്പൊ ചിലവര് പറയേ ഇതിപ്പോ നിങ്ങളാണല്ലോ ലൈവായിട്ട് കണ്ടിട്ടുള്ളത്. കൂട്ടിൽ കിടക്കുമ്പോൾ ഡോഗുകൾ ഇങ്ങനെ അഗ്രഷൻ കാണിക്കും എന്ന് പറയുന്ന കുറെ പേരുണ്ടാവും. അപ്പൊ നമ്മുടെ ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ പ്രേക്ഷകർക്ക് ഡൗട്ട് ഉണ്ടാവും, അത് കൂട്ടി കിടന്നിട്ടുള്ള അഗ്രഷനെ കാണിക്കുള്ളൂ. ഇപ്പൊ എന്റെ ജർമ്മനുണ്ട്, അവൻ പാവാതാട്ടോ. പാവാതെ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവൻ ഈ കൂട്ടിക്കിടന്ന് ഇങ്ങനത്തെ കുറയല്ല, എന്നാൽ ചുമ്മാ ഒരു ഗാർഡിങ്ങിനോടുള്ള കുറെ കുറയ്ക്കും. അത് കാണുമ്പോ ഡോഗിനെ കുറിച്ച് അറിയാത്തവർ വിചാരിക്കും കടിച്ചു കീറുന്നത്. പക്ഷെ അവൻ ചുമ്മാ കുറയ്ക്കുന്നതാ, നമുക്കറിയാവുന്ന. പക്ഷെ ഇവളുടെ കുറെ അങ്ങനെ അല്ലല്ലോ, ഇവള് വേറെ കടിക്കാനുള്ള ഒരു മൈൻഡ് കാര്യമാണല്ലോ. അപ്പൊ നമ്മുടെ ഈ പ്രേക്ഷകർ എന്തായാലും ഇതിൽ പറയും, ഡോഗ് കൂട്ടിക്കിടന്ന് ഭയങ്കര കരയും, പുറത്തിറങ്ങിയിട്ടൊന്നും ഇത്രയും പാവപ്പെട്ട ഡോഗായിരുന്നു എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയാണോ? ട്രൈ ചെയ്യാല്ലേ? അല്ല, അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാല്ലേ? ഇവിടെ ചാടും. ബെൽജിയം ഒന്നാമത് ചാടും, പിന്നെ ഇവള് പ്രത്യേക ചാട്ടായിരിക്കും അല്ലേ? കാണുന്നേ. ഓ, ആ വീടിന്റെ അപ്പുറത്തല്ലേ? അതെന്തായാലും ഒരു 6 അടിക്ക് അടുത്തില്ലേ? അവിടെ ഒരു ഇതുണ്ടല്ലേ? എടുത്തിയാടി. വലിയ ചാട്ടക്കാരി കേട്ടോ, മതിൽ ചാട്ടക്കാരിയാണ് അവള്. അപ്പൊ അതുപോലെ അപ്പൊ മച്ചാനാണ് ഇന്ദ്രിയത്തിന്റെ ഡോഗിനെ മച്ചാനാണ് നമുക്ക് ചലഞ്ച് തരുന്നത്. അപ്പൊ നമ്മളെ ശരിക്കും കടിപ്പിക്കാൻ വിളിച്ചതന്നെ കേട്ടോ. കടിപ്പിക്കാൻ വിളിച്ചല്ലേ? അല്ലേ? ചെറുതായിട്ടല്ല, ആരൊക്കെയാലും കടിക്കും. ഇവനും വെല്ലു വിളിച്ചെന്നെ എന്നാ ഒന്ന് കാണണല്ല. ശരി, ആണോ? ഒറ്റക്കടി. നമ്മൾ തിരിച്ച് കൂട്ടി കയറ്റിയില്ല. പക്ഷെ എന്നാലും അറിയാലോ, ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു, കാരണം ഇവിടെ നിന്നുകൊണ്ട് അവിടെ വന്ന് നമ്മളൊന്ന് സ്മെല് ചെയ്ത് നോക്കി ആക്കിയിട്ടൊക്കെ പോയട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തായാലും ചലഞ്ച് വന്ന മച്ചാനും പിന്നെ എല്ലാവർക്കും ബൈ. എല്ലാരും ഇതിലേക്ക് പോയി. ഇവളെ തുറന്നോടാനും ഇവനെ തുറന്നോടാനും പറഞ്ഞല്ലോ. വാ, എന്റെ കൊച്ചു പറയാനോ വട്ടം വിളിച്ചേ. ഇങ്ങോട്ട് വാ, എടക്ക് വാടാ. പാവാട്ടാ. ഈ പെണ്ണല്ലേ ഇവള്? ജൂഡി വാ, എടി ഇവിടെ വന്നേ, ഇങ്ങ് വന്നേടി. വാ ഇങ്ങോട്ട് വാ, ഇവിടെ വാടി. നിന്നെ തുറന്നു വിടണമെന്ന് ഞാൻ അവിടെ ഒരു വാക്ക് പറഞ്ഞോണ്ട് വിട്ടാ. ഇവിടെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് തുറന്നു വിടുന്നല്ലേ? 3:30. ഇവിടെ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ പിന്നെ മതിലൊന്നും ചാടാൻ പോകുന്നില്ല. വാ. അപ്പൊ
ചുമ്മാ നമ്മൾ തുറന്നിട്ടുള്ളൂ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ കാര്യങ്ങള്. നമുക്ക് പോയാലോ, ഇവിടെ കളിച്ചോട്ടെ. ഓക്കെ.